ഇരിങ്ങലിൽ കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയതിനെ തുടർന്ന് ദുരിതത്തിലായി കുടുംബം. ഇരിങ്ങൽ ദേശീയപാതയിൽ 6-ാം വാർഡിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറികളിൽ കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളുന്നത്. ദേശീയപാതയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്ത് 6-ാം വാർഡിൽ തള്ളുന്ന മാലിന്യം ഒഴുകിയെത്തുന്നത് ദേശീയപാതയുടെ മറുഭാഗത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന തെക്കേ മണിയങ്കോട്ട നീനയുടെ വീട്ടുവളപ്പിലേക്കാണ്. കിണറിനോട് ചേർന്ന് ഒഴുകിയെത്തുന്ന കക്കൂസ് മാലിന്യം കൊണ്ട് വീട്ടുകാർക്ക് വീടൊഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ഈ സംഭവം ഇപ്പോൾ 1.5 മാസമായി. ഇങ്ങനെ ആ സൈഡിൽ അപ്പുറത്തെ വാർഡിലാണ് കൊണ്ട് ഇത് ഇറക്കുന്നത്. പക്ഷെ ഒലിച്ച് വരുന്നത് എവിടെയാണ്? ഇതിപ്പം ഒരു 5-6 തവണ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള ആൾ വരികയും പോലീസുകാരെല്ലാം സഹായിച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടില്ല. നമുക്ക് പുറത്തിറങ്ങിയാനോ ഒരു വെള്ളം കുടിക്കാനോ ഒന്നുമില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്, ആളെ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പം 10-ാമത്തെ പ്രാവശ്യം. ഇത് 10-ാമത്തെ പ്രാവശ്യം. ഇപ്പം മെനഞ്ഞാന്ന് ഇവര് വന്ന് എല്ലാം എഴുതുകയും പിടിക്കുകയും ചെയ്യുകയും എല്ലാം ചെയ്ത് അതിന്റെ പിറ്റേന്ന് അന്ന് രാത്രി തന്നെ ഇത് കൊണ്ടേ പിന്നെ. അപ്പൊ എന്തോ ഇവിടെ ഇത് എന്താന്ന് എനിക്കറിയാം. ഇത് എല്ലാം അറിയുന്നുണ്ട് എന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കരുതി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. 10 തവണയാണ് ഇവിടെ ഇതുവരെയായി മാലിന്യം തള്ളിയത്. നാട്ടുകാർ കുടുംബത്തിന്റെ ദുരിതം കണ്ട് കാവലിരുന്നിട്ടും സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പയ്യോളി പോലീസിലും പയ്യോളി നഗരസഭയിലും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ആളൊഴിഞ്ഞ ഭാഗമായതിനാൽ കക്കൂസ് മാലിന്യം തള്ളുന്ന ഭാഗത്ത് CCTV സ്ഥാപിക്കാൻ കഴിയുകയുമില്ല. ഇതിപ്പോൾ ഒരു 1.5 മാസത്തിന് മേലെയായിരുന്നു ഈ സംഭവം ഇങ്ങനെ മറിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് അന്ന് തൊട്ടേ നമ്മളിത് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കലുമുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഒന്ന് നിർത്തലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല സഹകരണവും സപ്പോർട്ടും തന്നെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിങ്ങനെ മറിക്കുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യ പ്രശ്നം കൂടിയല്ലേ ഇതൊരു നാടിൻ്റെ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ ഇതിങ്ങനെ 7-8 പ്രാവശ്യം മറിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ ഏരിയയിലുള്ള കുറച്ച് കുട്ടികൾ പിന്നെ ഇവിടെ ഉറക്കമൊഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ 12 മണിക്ക് ശേഷം ഇവിടെ വന്ന് കുത്തിയിരുന്നു. എല്ലാവരും ഇതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് പിടിക്കാനായിട്ട് തന്നെ കരുതി പഠിക്കപ്പാറയിലുള്ള ടീമാണ്. അപ്പോൾ അവരിവിടെ വന്ന് പിന്നെ 2-3 ദിവസമായി അതിനായിട്ട് മെനക്കെടുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉറക്കമൊഴിയാനായിട്ട് കാത്ത് ഒരു 12 മണിക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവർ മറിച്ച് പോയി എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ആരെങ്കിലും നമ്മളിങ്ങനെ കരുതി ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ ഇത് ആരുടെയും ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിനൊരു നടപടി ഉണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ശരിയാ, ഇതിൻ്റെ മണം സഹിക്കാൻ പോലും പറ്റില്ല. പോരേൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം കുടിക്കാനാകുന്നില്ല. ഇന്ന് തന്നെ ഈ വീട്ടിലുള്ളവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട്